ഹായ് ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കരിമണി മാല ചെയ്യുന്ന വിധമാണ് കേട്ടോ. അപ്പം നമ്മൾ പല സൈസ് കരിമണി മാലകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് എനിക്കൊരു സ്പെഷ്യൽ മാലയാണ് കേട്ടോ. കാരണം ഇത് ഞാൻ എപ്പോൾ ചെയ്താലും എനിക്ക് അപ്പം സോൾഡ് ഔട്ട് ആവുന്ന ഒരു മാലയാണ് കേട്ടോ. നമ്മുടെ സ്വർണ്ണത്തിൽ പോലും ഇത്രയും ഭംഗിയുള്ളൊരു മാല നമുക്ക് കിട്ടില്ല. ബീഡ്സ് ഓർണമെൻറ്റ്സ് തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ചെയ്തിരിക്കുന്ന മാല ഈ ഒരു ബീഡ്സിലാണ് കേട്ടോ. ഇതിൻ്റെ ഇത്രയും വലിപ്പത്തിൽ തന്നെ ഉള്ള ബ്ലാക്ക്, മെറൂൺ, വൈറ്റ് എല്ലാ കളറും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്യുന്നത് നോക്കൂ, അത് നല്ല ഭംഗിയല്ലേന്ന്. അപ്പം നമുക്കിത് ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ബീഡ്സ്, ബ്ലാക്ക് ബീഡാണ്. അപ്പം അത് ഇച്ചിരി വലിപ്പമുള്ള അളവിലുള്ളതാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിനോട് ചേരുന്ന തന്നെ വലിയ ഗോൾഡ് ബീഡ് എടുത്തിട്ടുണ്ട്, അതായത് വലിപ്പമുള്ള തന്നെ ഗോൾഡ് ബീഡ്. പിന്നെ എടുത്തേക്കുന്നത് സീറോമണിയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചക്കിരിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് സൈഡ് റിങ്, കൊളുത്ത്, ലോക്കറ്റ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ഗിയർ വെയർ ലോക്ക് ചെയ്യാനുള്ള 3 മണിയുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മളിന്നത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഗിയർ വെയറിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യത്തക്ക വിധത്തിൽ നല്ല ഇറക്കത്തിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ സീറോ മണിയും നമ്മുടെ ചക്കിരിയും എല്ലാം നല്ല വെട്ടി സെപ്പറേറ്റ് ആക്കി വെക്കണം. എല്ലാം ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ. അപ്പം നമ്മളതെല്ലാം സെപ്പറേറ്റ് വെച്ചാൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ട്, ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ നമ്മളുടെ വലിയ ബീഡ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് നല്ല സെറ്റാക്കി വെച്ചാൽ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. ഈ ബീഡ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഒരിക്കലും മടുക്കാത്തൊരു സംഭവമാണ് ഈ ബീഡ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഞാൻ ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം എപ്പോഴത്തെയും പോലെയാണ് നമ്മൾ മാല ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. ആദ്യം നമ്മൾ 3 മണി ഇട്ടു, നമ്മൾ സൈഡ് റിങ് ഇട്ടു. 3 മണിക്കകത്ത് ഗിയർ വെയർ വളച്ച് നമ്മളതിനകത്തോട്ട് വെച്ചിട്ട് നമ്മളത് പ്രസ് ചെയ്തു കേട്ടോ. അപ്പം നമ്മളുടെ ഒരു സെക്ഷൻ തീർന്നു. ഇനി നമ്മൾ കൊരുത്ത് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബാലൻസ് വരുന്ന സംഭവമൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം കണ്ടോ. അപ്പം നല്ല നീളത്തിലാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മളൊരു ഗോൾഡ് ബീഡ് ഇട്ടാണ് നമ്മൾ ഈ മാല തുടങ്ങുന്നത് കേട്ടോ. അതെപ്പോഴും കരിമണിക്ക് ഭയങ്കരമായിട്ട് ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഗോൾഡ് ബീഡിൻ്റെ ആ ഒരു ഭംഗി നല്ല രസമായിരിക്കും കേട്ടോ, കറുത്ത മണിയുടെ ഇടയിൽ. അപ്പം നമ്മൾ തുടക്കത്തിൽ ഒരു ഗോൾഡ് ബീഡും ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഒരു സീറോ മണി അതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡ് ബീഡ് കഴിഞ്ഞിട്ട് ഒരു സീറോ മണിയാണ്. അപ്പം പിന്നെ അതിനുശേഷം നമ്മൾ ഇടുന്നത് ആ കരിമണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരിമണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കരിമണി നമ്മൾ ഒരു 10 എണ്ണം ആണ് ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ കൊരുക്കാനായിട്ട് പോകുന്നത്. അപ്പം ആ ഓരോ മണിയുടെ ഇടയിലും നമ്മൾ സീറോ മണി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഭംഗി ഇരട്ടിക്കും കേട്ടോ, ഇടയ്ക്കൊരു മുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ 10 മുത്ത് നമ്മളൊന്ന് പറപറേന്ന് നമ്മൾ കൊരുക്കുകയാണ് കേട്ടോ. നമ്മൾ 10 മുത്ത് പ്ലസ് നമ്മൾ 10 സീറോ മണി നമ്മൾ കൊരുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ ഇടുന്നത് ഒരു ചക്കിരിയാണ്. അപ്പം ചക്കിരിക്ക് ശേഷം നമ്മൾ ഒരു ഗോൾഡ് ബീഡ് ഇടുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു സീറോ മണി ഇട്ടിട്ട് വീണ്ടും ഒരു ഗോൾഡ് ബീഡ് ഇട്ടിട്ട് പിന്നെ ഒരു സീറോ മണി ഇട്ടിട്ട് വീണ്ടും ഒരു ഗോൾഡ് ബീഡ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ചക്കിരി ഇട്ടത് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ 10 ബ്ലാക്ക് മുത്തിന് നമ്മൾ 3 വലിയ ഗോൾഡ് ബീഡാണ് നമ്മൾ ഇടുന്നത്. നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ബ്ലാക്ക് ബീഡ് ഇട്ട് നമ്മളിത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇതുപോലെ ഇതങ്ങ് പ്രൊസീഡ് ചെയ്യാം കേട്ടോ, ആ ഒരു ഗിയർ വെയർ നിറയുന്നത് വരെ. ഓക്കെ, നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കുകയോ നമുക്ക് കൂടെ പാടുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മളെ ശ്രദ്ധ ഒട്ടും വിട്ടുപോകരുത്, കാരണം നമ്മളിത് വീണ്ടും ആയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം നമ്മളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ആദ്യം നമ്മൾ ചെയ്തതുപോലെ ഒരു ഗോൾഡ് ബീഡിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡ് റിങ് ഇട്ട് മാല കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സൈഡ് റിങ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മാല മൊത്തത്തിലൊന്ന് നോക്കണം. അത് മാലയിൽ നമ്മൾ മുത്ത് നമ്മൾ കൊരുക്കാൻ മറന്നതും നമ്മൾ റിപ്പീറ്റ് ആവുന്നതും ഒരെണ്ണം ഇടാത്തതും ഒക്കെ അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. അപ്പം നമ്മളതെല്ലാം നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ലോക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ മാല ഇതാണ്, ഭയങ്കര ഭംഗിയാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല കേട്ടോ, അത്ര ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ. പണ്ടും ഇങ്ങനെ തന്നെ ഞാൻ ചെയ്ത എൻ്റെ മാലകൾ നോക്കി ആഹാ ഈഹാ എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ പറഞ്ഞേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്.
അപ്പോൾ ഈ മാലയുടെ വിലയെന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.